ഒരു അമ്മ സ്വന്തം മക്കൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്നത് കാണേണ്ടി വന്ന ഒരു അമ്മ, നിവൃത്തിയില്ലാതെ ആ കുഞ്ഞുങ്ങൾക്ക് വിഷം നൽകി അവരെ കൊന്ന അമ്മ. കോടതി മുറിയിൽ ജഡ്ജി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിഷം നൽകി കൊന്നതെന്ന്. അതിനുള്ള മറുപടി ആ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് വന്നത് വാക്കുകളായിരുന്നില്ല, ഒരു കാലഘട്ടത്തിന്റെ വിശപ്പായിരുന്നു. മറ്റൊരു സിനിമയിൽ ഭർത്താവ് മരിച്ച ശേഷം കൈക്കുഞ്ഞുമായി ഒരു വാതിലിന് മുന്നിൽ നിൽക്കുന്ന ഒരു സ്ത്രീ. പുറത്ത് ഒരു ലോകമുണ്ട്, പക്ഷെ ആ ലോകത്തിലേക്ക് പോകാൻ അവൾക്ക് വഴിയില്ല. അവളുടെ കണ്ണുകളിലെ ശൂന്യത മാത്രം ക്യാമറ പകർത്തുന്നു. വീണ്ടും മറ്റൊരു സിനിമയിൽ ഒരു യാഥാസ്ഥിതിക സ്ത്രീയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദുരന്തം. അവൾക്ക് നഷ്ടപ്പെടുന്നത് ശരീരം മാത്രമല്ല, സ്വന്തം ജീവിതത്തിന്റെ അർത്ഥം തന്നെയാണ്. ഈ മൂന്ന് കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചത് ഒരേ നടിയാണ്. അഭിനയത്തിന് ദേശീയ തലത്തിൽ 3 തവണ ഇന്ത്യയുടെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ നടി, മലയാളികൾ സ്നേഹത്തോടെ വിളിച്ച ഉർവശി ശാരദ. പക്ഷേ ശാരദയുടെ കഥ വെറും 3 ദേശീയ പുരസ്കാരങ്ങളുടെ കഥയല്ല, ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഒരു ഭാഷയിൽ ജനിച്ച് മറ്റൊരു ഭാഷയുടെ ഹൃദയത്തിൽ സ്ഥിരതാമസമാക്കിയ നടിയുടെ കഥയാണ്. സ്വന്തം ജീവിതത്തിലെ വേദനകളെ അഭിനയത്തിന്റെ ശക്തിയാക്കി മാറ്റിയ ഒരു കലാകാരിയുടെ കഥയാണ്. ഇതാണ് ഇന്ത്യൻ സിനിമയുടെ സ്വന്തം ഉർവശി ശാരദയുടെ കഥ. ആന്ധ്രാപ്രദേശിലെ തെനാലിയിൽ സരസ്വതി എന്ന ഒരു പെൺകുഞ്ഞ് ജനിച്ചു. പിന്നീട് ഇന്ത്യൻ സിനിമ അറിയാൻ പോകുന്ന ശാരദയായിരുന്നു ആ കുഞ്ഞ്. ജനനനാമം സരസ്വതി എന്നാണ് ലഭ്യമായ ജീവചരിത്ര രേഖകളിൽ കാണുന്നത്. പക്ഷെ ശാരദയുടെ ബാല്യം ഇന്നത്തെ ഒരു സിനിമാ താരത്തിന്റെ ബാല്യമായിരുന്നില്ല. ദാരിദ്ര്യത്തിന്റെ കയ്പ് വളരെ ചെറുപ്പത്തിൽ തന്നെ അവൾ അറിഞ്ഞു. അമ്മൂമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു വളർച്ച. ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായി അവൾ കണ്ടെത്തിയത് നൃത്തമായിരുന്നു. 6-ാം വയസ്സിൽ തന്നെ ക്ലാസിക്കൽ നൃത്തം പഠിക്കാൻ തുടങ്ങി. പിന്നീട് നാടകവേദി. അവിടെ നിന്നാണ് അഭിനയത്തിന്റെ ആദ്യ പാഠങ്ങൾ. മുഖത്ത് ക്യാമറ വരുന്നതിന് മുമ്പ് തന്നെ വേദിയിൽ മനുഷ്യരുടെ മുഖം വായിക്കാൻ അവൾ പഠിച്ചിരുന്നു. അതായിരിക്കാം പിന്നീട് ശാരദയുടെ അഭിനയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി മാറിയത്. അവൾ അഭിനയിച്ചിരുന്നില്ല, കഥാപാത്രമായി മാറുകയായിരുന്നു. തെലുങ്ക് സിനിമയിലൂടെയാണ് ആദ്യകാല അവസരങ്ങൾ ലഭിച്ചത്. ശാരദയുടെ അഭിനയ ജീവിതത്തിന്റെ അടിത്തറ പാകിയത് പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ LV പ്രസാദിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ നിൽക്കണം, ഭാവങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് ശാരദയെ പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിലെ കഠിനമായ പരിശീലനമായിരുന്നു. തെലുങ്കിൽ അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മലയാള സിനിമയുടെ വാതിൽ തുറക്കുന്നത്. ഇണപ്രാവുകൾ, കുഞ്ചാക്കോയുടെ ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം. പിന്നീട് അതേ വർഷം തന്നെ ശകുന്തള, മുറപ്പെണ്ണ്, കാട്ടുതുളസി, ഇരുട്ടിന്റെ ആത്മാവ് തുടങ്ങിയ സിനിമകളിലൂടെ ശാരദ മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. കാളിദാസന്റെ വിഖ്യാത കൃതിയെ ആസ്പദമാക്കി കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ശകുന്തള എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിൽ പുരാണ നായികയായ ശകുന്തളയായി വേഷമിട്ടത് ശാരദയായിരുന്നു. പ്രേം നസീർ ദുഷ്യന്തനായി എത്തിയ ഈ ചിത്രത്തിലെ ശാരദയുടെ ശാന്തവും മനോഹരവുമായ രൂപം തെന്നിന്ത്യയിലാകെ ശ്രദ്ധിക്കപ്പെട്ടു. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ A വിൻസെന്റ് സംവിധാനം ചെയ്ത മലയാളത്തിലെ എക്കാലത്തെയും വലിയ ക്ലാസിക്കുകളിൽ ഒന്നാണ് മുറപ്പെണ്ണ്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ഭാഗീരഥി എന്ന മുറപ്പെണ്ണായി തിളങ്ങിയത് ശാരദയായിരുന്നു. പ്രേം നസീർ, മധു, KP ഉമ്മർ എന്നിവർക്കൊപ്പം മത്സരിച്ച് അഭിനയിച്ച ഈ ചിത്രം ശാരദയുടെ അഭിനയ മികവ് പൂർണ്ണമായി പുറത്തെടുത്ത ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. അതുപോലെ തന്നെ കാട്ടുതുളസി M കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഈ ഹിറ്റ് ചിത്രത്തിൽ ലളിത എന്ന പ്രധാന കഥാപാത്രത്തെയാണ് ശാരദ അവതരിപ്പിച്ചത്. സത്യൻ നായകനായ ഈ ചിത്രത്തിലെ അഭിനയവും വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടു. ഭ്രാന്തൻ വേലായുധന്റെ ഉള്ളിലെ നിഷ്കളങ്കതയെ തിരിച്ചറിയുന്ന അമ്മുക്കുട്ടി എന്ന കഥാപാത്രമായി ശാരദ ജീവിച്ചു കാണിച്ച ചിത്രമാണ് ഇരുട്ടിന്റെ ആത്മാവ്. അവരുടെ കരിയറിലെ ഏറ്റവും മികച്ച വൈകാരിക പ്രകടനങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. തമിഴും തെലുങ്കും സംസാരിച്ചിരുന്ന ഒരു പെൺകുട്ടി മലയാളത്തിന്റെ ഭാവവും ഉച്ചാരണവും പഠിച്ച് വളരെ പെട്ടെന്ന് മലയാള സിനിമയുടെ സ്വന്തം നടിയായി മാറി. പക്ഷേ ശാരദയുടെ യഥാർത്ഥ പരീക്ഷണം ഇനി വരാനിരിക്കുകയായിരുന്നു. തോപ്പിൽ ബാസിയുടെ തിരക്കഥ, A വിൻസെന്റിന്റെ സംവിധാനം, തുലാഭാരം. ശാരദ അവതരിപ്പിച്ചത് വിജയ എന്ന ഒരു സാധാരണ സ്ത്രീയെ. പക്ഷെ ജീവിതം അവൾക്ക് സാധാരണമായിരുന്നില്ല. പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു, കുടുംബത്തിന്റെ എതിർപ്പ്, പിന്നീട് ഭർത്താവിനോടൊപ്പം ജീവിതം. പക്ഷേ ജീവിതം പതുക്കെ അവളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നു. അവസാനം ഭർത്താവും നഷ്ടപ്പെടുന്നു. 3 കുഞ്ഞുങ്ങളുമായി വിജയ ഒറ്റയ്ക്കാവുന്നു. ഇവിടെയാണ് സിനിമയുടെ ഏറ്റവും ക്രൂരമായ ചോദ്യം തുടങ്ങുന്നത്. വിശക്കുന്ന കുഞ്ഞുങ്ങളെ ഒരു അമ്മ എങ്ങനെ രക്ഷിക്കും? കയ്യിൽ പണമില്ല, വീട്ടിൽ ഭക്ഷണമില്ല, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാത്രം. ഒരു അമ്മയ്ക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദം സ്വന്തം കുഞ്ഞുങ്ങളുടെ വിശപ്പിന്റെ കരച്ചിലാണ്. അവസാനം വിജയ ഒരു ഭീകരമായ തീരുമാനത്തിലെത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് വിഷം കലർത്തിയ ഭക്ഷണം നൽകുന്നു. കുഞ്ഞുങ്ങൾ മരിക്കുന്നു. സ്വയം ആത്മഹത്യ ചെയ്യാനും വിജയ ശ്രമിക്കുന്നു. പക്ഷെ വിധി അവളെ മാത്രം ജീവനോടെ ബാക്കി വെക്കുന്നു. ഇനി അവൾ ഒരു അമ്മയല്ല, നിയമത്തിന്റെ കണ്ണിൽ ഒരു കുറ്റവാളിയാണ്. കോടതി, ജഡ്ജി, നിയമ
നിയമം, മറുവശത്ത് 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരു അമ്മ. ഈ കോടതി രംഗത്തിലാണ് ശാരദ എന്ന നടിയുടെ അത്ഭുതം നമ്മൾ കാണുന്നത്. കരയാൻ വേണ്ടി കണ്ണിൽ ഗ്ലിസറിൻ ഒഴിച്ചിട്ടില്ല, ശബ്ദമുയർത്തി വികാരം സൃഷ്ടിക്കുന്നില്ല, മുഖത്ത് വലിയ ചലനങ്ങളില്ല, പക്ഷെ ആ കണ്ണുകൾ മാത്രം സംസാരിക്കുന്നു. വിശന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു സമൂഹം. ആ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ അമ്മയെ മാത്രം കുറ്റക്കാരിയാക്കുന്നത് എന്തിനാണ്? സിനിമ ഉയർത്തുന്ന ചോദ്യം അതായിരുന്നു. തുലാഭാരം ഒരു കുടുംബകഥ മാത്രമായിരുന്നില്ല, അത് ദാരിദ്ര്യത്തെയും സാമൂഹിക വ്യവസ്ഥയെയും നിയമത്തെയും മനുഷ്യന്റെ നിസ്സഹായതയെയും ചോദ്യം ചെയ്ത സിനിമയായിരുന്നു. ശാരദയുടെ വിജയുടെ വേദന പ്രേക്ഷകന്റെ വേദനയായി മാറി. 1969 ഈ പ്രകടനത്തിന് ശാരദയ്ക്ക് ദേശീയ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു. ആ കാലത്ത് ഈ പുരസ്കാരം ഉർവശി അവാർഡ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയാണ് ഉർവശി ശാരദ എന്ന പേര് ഇന്ത്യൻ സിനിമയിൽ കൂടുതൽ ഉറച്ചത്. പക്ഷേ ഇത് അവസാനമല്ലായിരുന്നു. ശാരദയ്ക്ക് മുന്നിൽ ഇനി 2 ചരിത്ര കഥാപാത്രങ്ങൾ കൂടി കാത്തുനിന്നിരുന്നു. മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു ചിത്രം. അടൂർ ഗോപാലകൃഷ്ണന്റെ ആദ്യ സിനിമ സ്വയംവരം. മധുവിനോടൊപ്പം ശാരദ, കഥാപാത്രം സീതയും വിശ്വനാഥനും. കുടുംബങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കുന്ന 2 മനുഷ്യർ. അവർക്ക് വലിയ സ്വപ്നങ്ങളില്ല, ഒരു സാധാരണ ജീവിതം മാത്രം, ഒരു ചെറിയ വീട്, ഒരു ജോലി, ഒരു കുടുംബം. പക്ഷെ ജീവിതം അവരോട് ദയ കാണിക്കുന്നില്ല. വിശ്വനാഥന് ജോലി നഷ്ടപ്പെടുന്നു, സാമ്പത്തിക പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രതീക്ഷകൾ തകർന്നു പോകുന്നു. പിന്നീട് വിശ്വനാഥൻ രോഗബാധിതനാകുന്നു, അവസാനം അവനും മരിക്കുന്നു. സീതയ്ക്ക് മുന്നിൽ ഇനി എന്താണ്? ഒരു കുഞ്ഞ്, ഒരു വീട്, പണമില്ല, ഭർത്താവില്ല, ഭാവിയില്ല. ഇവിടെയാണ് ശാരദയുടെ അഭിനയം മറ്റൊരു തലത്തിലേക്ക് പോകുന്നത്. തുലാഭാരത്തിൽ അവൾ വേദന പറഞ്ഞിരുന്നു, സ്വയംവരത്തിൽ അവൾ വേദന പറയുന്നില്ല. അവൾ നിശബ്ദയാണ്, പക്ഷെ ആ നിശബ്ദതയിലാണ് എല്ലാം. ഭർത്താവിന്റെ മരണശേഷം കുഞ്ഞിനൊപ്പം നിൽക്കുന്ന സീത. മുഖത്ത് വലിയ കരച്ചിലൊന്നുമില്ല, വലിയ സംഭാഷണവുമില്ല, പക്ഷെ ആ കണ്ണുകളിൽ ഭാവിയെക്കുറിച്ചുള്ള ഭയമുണ്ട്, ഒറ്റപ്പെടലുണ്ട്, നിസ്സഹായതയുണ്ട്. ഒരു സ്ത്രീയുടെ മുന്നിൽ പെട്ടെന്ന് അടഞ്ഞുപോയ ജീവിതത്തിന്റെ വാതിലുണ്ട്. അടൂരിന്റെ ക്യാമറ ആ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ശാരദയുടെ മുഖം ഒരു കഥാപാത്രത്തിന്റെ മുഖമല്ലാതാകുന്നു. അത് ആയിരക്കണക്കിന് സാധാരണ സ്ത്രീകളുടെ മുഖമായി മാറുന്നു. ഈ അഭിനയത്തിനാണ് 1973 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ 1972 പ്രകടനത്തിനായി ശാരദയ്ക്ക് 2ാമത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. ഇപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഒരു നടിക്ക് എത്ര തവണ ദേശീയ പുരസ്കാരം നേടാൻ കഴിയും? ശാരദയുടെ മറുപടി ഇനിയും എന്ന് തന്നെയായിരുന്നു. തെലുങ്ക് സിനിമ നിമഞ്ജനം, സംവിധാനം BS നാരായണ. ഇത്തവണ ശാരദ അവതരിപ്പിക്കുന്നത് കടുത്ത യാഥാസ്ഥിതിക മൂല്യങ്ങളിൽ ജീവിക്കുന്ന ഒരു ബ്രാഹ്മണ സ്ത്രീയെ. അവളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ആചാരം, വിശ്വാസം, കുടുംബമാനം, പവിത്രത. പക്ഷെ ഒരു യാത്രക്കിടെ അവളുടെ ജീവിതത്തെ തകർക്കുന്ന ഒരു ദുരന്തം സംഭവിക്കുന്നു. അവൾ ബലാത്സംഗത്തിന് ഇരയാകുന്നു. ഇവിടെ സിനിമ ഒരു വലിയ സാമൂഹിക ചോദ്യമാണ് ചോദിക്കുന്നത്. കുറ്റം ചെയ്തവൻ ആരാണ്? പക്ഷെ സമൂഹം എപ്പോഴും ചോദിക്കുന്നത് മറ്റൊന്നാണ്, ഇനി അവൾ എങ്ങനെ ജീവിക്കും? ശാരദയുടെ കഥാപാത്രത്തെ തകർക്കുന്നത് ശാരീരികമായ പീഡനം മാത്രമല്ല, അവളുടെ മനസ്സാണ് തകർന്നു പോകുന്നത്. അവൾക്ക് സമൂഹത്തോട് പറയാൻ കഴിയുന്നില്ല. സ്വന്തം ഉള്ളിൽ തന്നെ അവൾ കുറ്റക്കാരിയാണെന്ന തോന്നൽ വളരുന്നു. അവസാനം ആ മാനസിക സംഘർഷം അവളെ മരണത്തിലേക്ക് നയിക്കുന്നു. ഗംഗയിൽ മുങ്ങി ആത്മഹത്യ ചെയ്യുന്ന അവളുടെ അവസാന തീരുമാനം ഒരു വ്യക്തിയുടെ മാത്രം ദുരന്തമല്ല, സ്ത്രീയുടെ ശരീരത്തെയും മാനം എന്ന ആശയത്തെയും ചുറ്റിപ്പറ്റിയിരുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളുടെ പ്രതിഫലനമാണ്. ഈ കഥാപാത്രത്തെ ശാരദ അവതരിപ്പിച്ചത് അത്രയും നിയന്ത്രിതമായ രീതിയിലായിരുന്നു. വലിയ ആക്ഷനുകളില്ല, അമിതമായ സംഭാഷണങ്ങളൊന്നുമില്ല, പകരം ഒരു സ്ത്രീയുടെ ഉള്ളിൽ പതുക്കെ തകരുന്ന ലോകം. ഈ പ്രകടനത്തിനാണ് ശാരദയ്ക്ക് 3ാമത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. ചിത്രം 1977 പുരസ്കാരം 78 ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായിരുന്നു. അങ്ങനെ ഒരു നടി, 3 ദേശീയ പുരസ്കാരങ്ങൾ, തുലാഭാരം, സ്വയംവരം, നിമഞ്ജനം. 3 സ്ത്രീകൾ, 3 ജീവിതങ്ങൾ, 3 വ്യത്യസ്ത വേദനകൾ. പക്ഷെ അവരെല്ലാം ഒരാളായി മാറിയത് ശാരദയുടെ അഭിനയത്തിലൂടെയാണ്. ശാരദയെ വെറും ദേശീയ പുരസ്കാരങ്ങൾ കൊണ്ട് മാത്രം അളക്കാൻ കഴിയില്ല. മലയാള സിനിമയിൽ അവർ അഭിനയിച്ച കഥാപാത്രങ്ങളുടെ വൈവിധ്യം അതിലും വലുതാണ്. നായിക, ഭാര്യ, അമ്മ, ദുഃഖിതയായ സ്ത്രീ, ശക്തയായ സ്ത്രീ, സാധാരണക്കാരി, സമൂഹത്തിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ തകർന്നു പോകുന്ന സ്ത്രീ. പിന്നീട് അമ്മ വേഷങ്ങൾ, സ്വഭാവ വേഷങ്ങൾ. 80കളിലും 90കളിലും ശാരദ തന്റെ അഭിനയ പരിധി വീണ്ടും വികസിപ്പിച്ചു. ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലുള്ള ചിത്രങ്ങളിലും അവർ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. മലയാളത്തിൽ മാത്രമല്ല, തെലുങ്കിലും അവർ വലിയ താരമായി. ശോഭൻ ബാബുവിനെ പോലുള്ള ആളുകളുടെ ഒപ്പം നിരവധി ചിത്രങ്ങൾ അവരുടെ തെലുങ്ക് കരിയറിലെ പ്രധാന ഘട്ടമായി മാറി. അതായത് മലയാളത്തിൽ അവർ അഭിനയത്തിന്റെ നടി, അങ്ങനെ ആയിരുന്നെങ്കിൽ തെലുങ്കിൽ അവർ ഒരു വലിയ താരമായിരുന്നു. അതിനിടയിലും മലയാള സിനിമ അവരെ ഒരിക്കലും മറന്നില്ല. കമൽ സംവിധാനം ചെയ്ത രാപ്പകൽ, മമ്മൂട്ടി നായകനായി ശാരദ അഭിനയിച്ച ചിത്രം. സരസ്വതി അമ്മ, ഒരു വലിയ തറവാട്, ഒരു വലിയ കുടുംബം. പക്ഷെ ആ വീട്ടിലെ ഏറ്റവും വലിയ സമ്പത്ത് സ്വത്തല്ല, ബന്ധങ്ങളാണ്. സരസ്വതി അമ്മയുടെ വളർത്തുമകനാണ് കൃഷ്ണൻ. മമ്മൂട്ടി അവതരിപ്പിച്ച കൃഷ്ണൻ
കൃഷ്ണൻ എന്ന കഥാപാത്രം. അനാഥനായിരുന്ന അവനെ ചെറുപ്പം മുതൽ വളർത്തിയത് സരസ്വതി അമ്മയാണ്. അതുകൊണ്ട് കൃഷ്ണന് അവൾ അമ്മയാണ്. സ്വന്തം മക്കൾ അകലെ. പലരും നഗരത്തിലും വിദേശത്തും അവധിക്കാലത്ത് എല്ലാവരും തറവാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അവിടെ അവർ കാണുന്നത് വലിയ സ്വത്തും മനോഹരമായ തറവാടും. പിന്നെ ഒരു തീരുമാനം, തറവാട് വിൽക്കണം. സ്വത്തിനായി കുടുംബം ഒന്നിക്കുന്നു. പക്ഷെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന വേദനയിൽ സരസ്വതി അമ്മയും കൃഷ്ണനും നിൽക്കുന്നു. ഇവിടെയാണ് ശാരദയുടെ അഭിനയത്തിന്റെ മറ്റൊരു മുഖം നമ്മൾ കാണുന്നത്. തുലാഭാരത്തിലെ വിജയ കരയുന്നത് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. സ്വയംവരത്തിലെ സീത കരയുന്നത് ഭർത്താവിനെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. നിമഞ്ജനത്തിലെ സ്ത്രീ കരയുന്നത് ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. പക്ഷെ രാപ്പകലിലെ സരസ്വതി അമ്മ സ്വന്തം മക്കൾ തന്നെ മനസ്സിലാക്കാത്തതിന്റെ വേദനയിലാണ് കരയുന്നത്. അവരെ വെറുക്കാനും കഴിയുന്നില്ല, ശപിക്കാനും കഴിയുന്നില്ല. കാരണം അമ്മയ്ക്ക് മക്കളെ വെറുക്കാൻ കഴിയില്ലല്ലോ. അതേസമയം കൃഷ്ണനോടുള്ള അവളുടെ ബന്ധം രക്തബന്ധത്തെക്കാൾ ശക്തമാണ്. മമ്മൂട്ടിയും ശാരദയും തമ്മിലുള്ള രംഗങ്ങൾ സിനിമയുടെ വികാര കേന്ദ്രമായി മാറുന്നത് അതുകൊണ്ടാണ്. രാപ്പകൽ ഒരു കുടുംബകഥ മാത്രമല്ല, മകൻ എന്നത് രക്തബന്ധം കൊണ്ടാണോ സ്നേഹം കൊണ്ടാണോ ജനിക്കുന്നത് എന്ന ചോദ്യം കൂടിയാണ്. സരസ്വതി അമ്മയായി ശാരദ ആ ചോദ്യം പ്രേക്ഷകന്റെ ഹൃദയത്തിൽ എത്തിച്ചു. വെള്ളിത്തിരിയിലെ വിജയങ്ങൾക്കൊപ്പം ശാരദയുടെ സ്വകാര്യ ജീവിതത്തിലും ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിരുന്നു. നടൻ ചലം എന്ന വ്യക്തിയുമായുള്ള വിവാഹവും പിന്നീട് വിവാഹമോചനവും അവരുടെ ജീവിതത്തിലെ പ്രധാന അധ്യായങ്ങളാണ്. ഈ ബന്ധത്തിൽ അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമയിൽ നിന്ന് ഇടവേള എടുത്ത കാലത്തും ശാരദ പൂർണ്ണമായി പൊതുജീവിതത്തിൽ നിന്ന് അകന്നില്ല. രാഷ്ട്രീയത്തിലേക്കും അവർ കടന്നു. തന്റെ ജന്മനാടായ തെനാലിയിൽ നിന്ന് തെലുങ്കുദേശം പാർട്ടി സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1996 മുതൽ 98 വരെ അവർ പാർലമെന്റ് അംഗമായിരുന്നു. പിന്നീട് വീണ്ടും സിനിമയിലേക്ക്. സ്വന്തമായി ബിസിനസ് രംഗത്തും അവർ സാന്നിധ്യം അറിയിച്ചു. 90കളുടെ തുടക്കത്തിൽ അവർ കോ ഫൗണ്ടറായി ലോട്ടസ് ചോക്ലേറ്റ്സ് എന്നൊരു സ്ഥാപനം ആരംഭിച്ചു. എങ്കിലും ഏറെ വൈകാതെ തന്നെ അവർ തന്റെ ബിസിനസ് ഷെയറുകൾ വിറ്റ് അതിൽ നിന്ന് പിന്മാറിയിരുന്നു. ഇന്ന് സിനിമ മാറി, ക്യാമറ മാറി, അഭിനയ രീതി മാറി, സിനിമയുടെ ഭാഷ മാറി. പക്ഷെ ശാരദയുടെ അഭിനയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം മാത്രം മാറിയിട്ടില്ല, ആ കണ്ണുകളുടെ ശക്തി. ഒരു നടിക്ക് കരയാൻ ഗ്ലിസറിൻ വേണ്ട, ഒരു നടിക്ക് വലിയ ഡയലോഗ് വേണ്ട, ഒരു നടിക്ക് വലിയ പശ്ചാത്തല സംഗീതം പോലും വേണ്ട. ഒരു കഥാപാത്രത്തിന്റെ വേദന സ്വന്തം ഉള്ളിൽ അനുഭവിച്ച് അത് പ്രേക്ഷകന്റെ മുന്നിലെത്തിക്കാൻ സ്വന്തം കണ്ണുകൾ ഉപയോഗിച്ചാൽ മാത്രം മതി. അതാണ് മഹത്തായ അഭിനയം. ശാരദ അത് ചെയ്തു. ഒരിക്കലല്ല, 2 തവണയല്ല, 3 ദേശീയ പുരസ്കാരങ്ങളിലൂടെ. തുലാഭാരം, സ്വയംവരം, നിമഞ്ജനം. മാത്രമല്ല 1970 മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും ശാരദയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 3 ഭാഷകളുടെ സിനിമാ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ഒരു അഭിനയ ജീവിതം. മലയാളത്തിൽ അവർ നേടിയ സ്നേഹത്തിന് മറ്റൊരു തെളിവ് കൂടി ഇപ്പോഴുണ്ട്. മലയാള സിനിമയ്ക്ക് അവർ നൽകിയ ആജീവനാന്ത സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2026 ജനുവരിയിൽ ശാരദയ്ക്ക് JC ഡാനിയൽ പുരസ്കാരം നൽകി കേരളം അവരെ ആദരിച്ചു. അതായത് അരനൂറ്റാണ്ടിലേറെ മുമ്പ് മലയാള സിനിമയിലേക്ക് വന്ന ആ പെൺകുട്ടിയെ കേരളം ഇന്നും മറന്നിട്ടില്ല. കാരണം ശാരദ മലയാളത്തിൽ അഭിനയിച്ചിരുന്ന ഒരു അന്യഭാഷാ നടി മാത്രമായിരുന്നില്ല. അവർ മലയാള സിനിമയുടെ സ്വന്തം ശാരദയായിരുന്നു. ഒരു കാലത്ത് നായികമാരെ സൗന്ദര്യത്തിന്റെ പേരിലാണ് അളന്നിരുന്നതെങ്കിൽ ശാരദ വന്നപ്പോൾ അഭിനയം തന്നെ സൗന്ദര്യമാണെന്ന് അവർ തെളിയിച്ചു. ഒരു കാലത്ത് നായികയുടെ ശക്തി അവളുടെ സംഭാഷണങ്ങളിലായിരുന്നു. ശാരദ വന്നപ്പോൾ ഒരു നോട്ടത്തിനും ഒരു കണ്ണുനീരിനും ഒരു നിശബ്ദതയ്ക്കും ഒരു മുഴുവൻ സിനിമ പറയാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു. അതുകൊണ്ടാണ് കാലം മാറിയാലും തലമുറകൾ മാറിയാലും സിനിമയുടെ സാങ്കേതിക വിദ്യ മാറിയാലും ഒരു പേര് മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്നും വേറിട്ട് നിൽക്കുന്നത്. ശാരദ, ഇന്ത്യൻ സിനിമയുടെ സ്വന്തം ഉർവശി ശാരദ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇതിഹാസ താരത്തോടൊപ്പമുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.